ഹായ് ആൾ. ഇന്ന് നമുക്ക് ക്യാൻവയിൽ ഒരു ഇമേജ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ ഗ്രേഡിയൻ കളറാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഒരു ടെക്സ്റ്റ് കൊടുക്കുവാണ് ബേർഡ്. ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുകയാണ്, വൈറ്റ് കളർ. ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഇനി ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാം. നെക്സ്റ്റ് പേജിലേക്ക് പേസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കാം. ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാം, കളർ ബ്ലാക്ക്. ദെൻ ഡൗൺലോഡ് ചെയ്യാം. PNG ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് സെക്കൻഡ് പേജ് മാത്രം ഡൗൺലോഡ് ചെയ്യാം. ദെൻ നമുക്ക് ആപ്സ് സെലക്ട് ചെയ്യാം. ആപ്സിൽ ട്രാൻസ്ഫോം ഇമേജ് സെലക്ട് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഈ ഇമേജിൻ്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. Add to design. ഇമേജിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഈ ഇമേജിന് കളർ ചേഞ്ച് ചെയ്യാം. അതിന് നമുക്ക് എഡിറ്റ് എടുക്കാം. ഡ്യുവൽ സ്റ്റോൺ സെലക്ട് ചെയ്യാം. കസ്റ്റം സെലക്ട് ചെയ്യാം. ഷാഡോസിൽ വൈറ്റ് കളർ സെറ്റ് ചെയ്യാം. ദെൻ ഇനി എലമെൻറ്റ്സ് സെലക്ട് ചെയ്യാം. ഷേപ്സ്, ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. കളർ നേരത്തെ സെലക്ട് ചെയ്ത ഗ്രേഡിയൻ കളർ തന്നെ സെലക്ട് ചെയ്യാം. ദെൻ അതിൻ്റെ ട്രാൻസ്പെറൻസി റെഡ്യൂസ് ചെയ്യാം. ഇനി എലമെൻറ്റ്സിൽ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഒരു ബേർഡിൻ്റെ ഇമേജ് സെലക്ട് ചെയ്യാം. ദെൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഇമേജിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ എഡിറ്റ് സെലക്ട് ചെയ്യാം. ഷാഡോസ്, ബാക്ക്ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യാം. അതിൻ്റെ ഡിറക്ഷനും ബ്ലർ എമൗണ്ടും ഇൻറ്റൻസിറ്റിയും അഡ്ജസ്റ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ ഇമേജ് ട്രാൻസ്ഫോർമേഷനാണ് കാണിക്കുന്നത്. ബേർഡ് എന്ന ടെക്സ്റ്റിനെ ഇമേജ് ആക്കി അതിൻ്റെ സൈസ് പൊസിഷനും ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഒരു ടെക്സ്റ്റിൻ്റെ ഷാഡോ എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.